നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. നാടും നഗരവും ഓണാഘോഷത്തിൽ. വളരെ ആഘോഷമായി തന്നെ ഒരു ഓണക്കാലം കൂടെ. തിരുവോണനാളിൽ ആളൂർ പൊരുന്നംകുന്ന് ഹൈന്ദവ ജനസമിതി സംഘടിപ്പിച്ച വനിതാ ഓണം കളി ആവേശമായി. പാരമ്പര്യ തനിമയോടെ 12ാം വർഷവും രാജഭരണകാലത്തെ ഓർമ്മകളുമായി ചാലക്കുടി ശ്രീലകം വീട്ടിൽ ഉത്രാടക്കിഴിയെത്തി. CPM നാടുകുന്ന് ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന PK ഉണ്ണികൃഷ്ണന്റെ 3ാം ചരമവാർഷിക ദിനം CPIM നാടുകുന്ന് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. വാർത്തകൾ വിശദമായി. നാടും നഗരവും ഓണാഘോഷത്തിൽ. വളരെ ആഘോഷമായി തന്നെ ഒരു ഓണക്കാലം കൂടെ. മലയാളികൾ ഒന്നടങ്കം സന്തോഷത്തോടെയും സാഹോദര്യത്തോടെയും ഓണം ആഘോഷിച്ചു. മലയാളികളുടെ ദേശീയോത്സവമായ ഓണം സാധാരണയായി ഇംഗ്ലീഷ് മാസം അനുസരിച്ച് ആഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലും മലയാള മാസം അനുസരിച്ച് ചിങ്ങത്തിലും കടന്നുവരുന്നു. മഹാബലിയുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് കടന്നുവരുന്ന ഓണം കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ആഘോഷമാക്കുകയാണ് പതിവ്. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം നാൾ മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിച്ച് ചതയം നാൾ വരെ നീണ്ടുനിൽക്കുന്ന സദ്യ, തിരുവാതിരക്കളി, തുമ്പിത്തുള്ളൽ, ഊഞ്ഞാലാട്ടം, പുലിക്കളി, പൂക്കളം, ഓണത്തല്ല്, വടംവലി, അത്തച്ചമയം, വള്ളംകളി തുടങ്ങിയവയാൽ വളരെ ആഘോഷമാക്കുകയാണ് പതിവ്. തിരുവോണനാളിൽ ആളൂർ പൊരുന്നംകുന്ന് ഹൈന്ദവ ജനസമിതി സംഘടിപ്പിച്ച വനിതാ ഓണം കളി ആവേശമായി. പൂലാനി കാവിലമ്മയും മൈഥിലി കുറ്റിച്ചിറയും തമ്മിൽ നടന്ന വാശിയേറിയ മത്സരം കാണുവാൻ നൂറുകണക്കിന് ആരാധകരാണ് എത്തിയത്. ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ ആരംഭിച്ച മത്സരം സമിതി അധ്യക്ഷൻ KK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി മനീഷ് മോഹൻ പൈക്കാട്ട്, ഷാജു പാറക്കുളം, സുരേഷ് പ്ലാവിട, മാതൃസമിതി പ്രസിഡന്റ് ഷീലാദാസൻ, സുധ ലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ഓണം കളിയുടെ കുലപതി തേശ്ശേരി നാരായണൻ, നാടൻ പാട്ടുകലാകാരൻ ശശി ആളൂർ എന്നിവരെ ആദരിച്ചു. പാരമ്പര്യ തനിമയോടെ 12ാം വർഷവും രാജഭരണകാലത്തെ ഓർമ്മകളുമായി ചാലക്കുടി ശ്രീലകം വീട്ടിൽ ഉത്രാടക്കിഴിയെത്തി. ചാഴൂർ കോവിലകത്തെ രമണി തമ്പുരാട്ടിക്കും അവരുടെ മകൾ ഇളം തലമുറക്കാരിയായ ശ്രീലേഖ വർമ്മയ്ക്കുമാണ് ഉത്രാടക്കിഴി സമർപ്പിച്ചത്. ആദ്യം ഇവർ മുകുന്ദപുരം താലൂക്കിലെ ചാഴൂരായിരുന്നു താമസം. പിന്നീട് ഇവിടെ ചാലക്കുടിയിലേക്ക് താമസം മാറ്റുകയായിരുന്നു. 12 വർഷമായി ചാലക്കുടി സർക്കാർ ആശുപത്രിക്ക് സമീപത്തെ വീട്ടിലെത്തി ചാലക്കുടി തഹസീൽദാർ ജേക്കബ് KS ഉത്രാടക്കിഴി നൽകുകയായിരുന്നു. കൊച്ചി രാജാവിന്റെ കാലം മുതൽ നിലവിലുള്ള ഓണവുമായി ബന്ധപ്പെട്ട പഴക്കമേറിയ ആചാരമാണ് ഉത്രാടക്കിഴി. ചാഴൂർ, വെള്ളാരപ്പള്ളി, എളം കുന്നപ്പുഴ തുടങ്ങിയ രാജവംശത്തിന് കീഴിലുള്ള സ്ത്രീജനങ്ങൾക്ക് ഓണം ആഘോഷിക്കുവാൻ രാമവർമ്മ തമ്പുരാന്റെ കാലത്ത് ഏർപ്പെടുത്തിയതാണ് ഇത്. രാജഭരണം മാറിയപ്പോൾ ആ ചടങ്ങ് സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. അക്കാലത്ത് ഒരുമിച്ച് കളക്ട്രേറ്റിലും മറ്റും പോയി വാങ്ങുകയായിരുന്നു പതിവ്. 2012 മുതലാണ് തുക വർദ്ധിപ്പിച്ച് തുടങ്ങിയ നാൾ മുതൽ റവന്യൂ വകുപ്പ് അധികൃതർ അതാത് വ്യക്തികൾക്ക് ഓണത്തിന് മുന്നോടിയായി അവരുടെ വീടുകളിലെത്തിച്ച് നൽകി വരുന്നത്. ചാലക്കുടി താലൂക്കിൽ സർക്കാർ സമ്മാനമായി നൽകി വരുന്ന ഉത്രാടക്കിഴി ആദ്യമായി വാങ്ങുന്ന കുടുംബമാണ് ഇത്. 12ാം തവണയാണ് ഈ അംഗീകാരം ഇവർക്ക് ലഭിക്കുന്നത്. ശ്രീലകം വീട്ടിൽ നന്ദകുമാരവർമ്മയുടെ ഭാര്യ രമണി തമ്പുരാട്ടിയും അവരുടെ മകൾ ശ്രീലേഖ വർമ്മയും സർക്കാർ നൽകുന്ന തുകയേക്കാൾ ഇക്കാലത്തും ലഭിക്കുന്ന അംഗീകാരത്തെ ഏറെ സന്തോഷത്തോടെയാണ് കാണുന്നതെന്ന് ഇവർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇത്തരത്തിൽ 60-ലധികം പേർക്കാണ് ഉത്രാടക്കിഴി നൽകി വരുന്നത്. തഹസീൽദാർക്കൊപ്പം ഡെപ്യൂട്ടി തഹസീൽദാർ ജയദേവൻ PS, ആൻജു MJ തുടങ്ങിയവർ അടങ്ങുന്ന സംഘമാണ് ശ്രീലകത്തെത്തി ഉത്രാടക്കിഴി സമർപ്പിച്ചത്. കൊച്ചി രാജാവ് ആ രാജവംശത്തില് പെൺകുട്ടികൾക്ക് ഓണം ആഘോഷത്തിന് വേണ്ടിയിട്ട് നൽകി വന്നിരുന്ന ഒരു ചെറിയ സംഖ്യയായിരുന്നു. ഉത്രാട ദിനം മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം മീൻ പിടിക്കാൻ പങ്കാളിയായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മത്സ്യബന്ധന വെള്ളത്തിൽ യാത്ര നടത്തി.
രാവിലെ 5 മണിക്ക് അഴീക്കോട് ഫിഷറീസ് ഹാർബറിൽ നിന്ന് ശ്രീകൃഷ്ണപ്രസാദം എന്ന വള്ളത്തിൽ 50 മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഏകദേശം 12 നോട്ടിക്കൽ മൈലോളം ഉൾക്കടൽ വരെ കളക്ടർ പോയി. ഫിഷറീസ് ഹാർബറിൽ നിന്ന് വടക്കു പടിഞ്ഞാറ് ഏകദേശം 12 നോട്ടിക്കൽ മൈൽ ദൂരം 5 മണിക്കൂറോളം സമയം തൊഴിലാളികളോടൊപ്പം വള്ളത്തിൽ ചെലവിട്ടു. അവർ നേരിടുന്ന വിവിധ വിഷയങ്ങളുമായി ചർച്ച ചെയ്തു. തിരികെ എത്തി കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളുമായി ചർച്ച നടത്തി. മീൻ പിടിക്കുന്നതിൽ പങ്കാളിയായും തൊഴിലാളികൾക്കൊപ്പം സെൽഫി എടുത്തും എല്ലാവർക്കും ഓണം ആശംസിച്ചാണ് കളക്ടർ മടങ്ങിയത്. ഫിഷറീസ് ഉദ്യോഗസ്ഥർ കളക്ടർക്കൊപ്പമുണ്ടായിരുന്നു. ചാലക്കുടി പ്രസ് ഫോറം വാർഷിക പൊതുയോഗവും ഓണാഘോഷവും ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. രണ്ടാമതും MP-ആയി തെരഞ്ഞെടുക്കപ്പെട്ട ബെന്നി ബെഹനാന് സ്വീകരണം നൽകി. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച പ്രസിഡന്റ് തോമസ് കോമ്പാറ ഉപഹാരം സമർപ്പിച്ചു. ബിടെക് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിച്ച CM മാളവികയ്ക്ക് MP ഉപഹാരം സമ്മാനിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാധ്യക്ഷൻ AB ജോർജ് എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. സെക്രട്ടറി റോസ്മോൾ ഡോണി വാർഷിക പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വിൽസൺ മേച്ചേരി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. രക്ഷാധികാരി ഷാലി മുരിങ്ങൂർ, സ്ഥാപക പ്രസിഡന്റ് ലാലുമോൻ ചാലക്കുടി, മുൻ പ്രസിഡന്റുമാരായ മധു ചിറക്കൽ, KN വേണു, അഡ്വക്കേറ്റ് NR സരിത, വൈസ് പ്രസിഡന്റ് ശ്രീദേവി കയമ്പത്ത്, ജോയിന്റ് സെക്രട്ടറി ആഷിൻ പോൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജിനു മേച്ചേരി, സഞ്ജയൻ പറമ്പിക്കാട്ടിൽ, മാള കാർമൽ കോളേജ് മൾട്ടിമീഡിയ വിഭാഗം മേധാവി ജിസ്ന ജോൺസൺ, മുൻ വൈസ് പ്രസിഡന്റുമാരായ അഞ്ചുമോൾ വെള്ളാനിക്കാരൻ, ഹരിപ്രസാദ് അരവിന്ദ്, മുൻ സെക്രട്ടറി സിജോ ചാതേലി, KB ബിനേഷ്, ഭരിത പ്രതാപ്, രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ലിക്സൺ വർഗീസ്, വിപിൻ സമ്പാളൂർ, MS സദാനന്ദൻ, OA അരുൺബാബു, PK ബാബു, ജനിൽ പരിയാരം, ഡോണി ബെന്നി, KS ബിജോയ്, രാഹുൽ രത്നാകരൻ എന്നിവർ പ്രസംഗിച്ചു. ഓണസദ്യയും ഒരുക്കിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ജില്ലയിലെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്നൊരുക്കിയ വീഡിയോ ആൽബം ശ്രദ്ധേയമാകുന്നു. സമ്പൽ സമൃദ്ധിയുടെ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മലയാളികൾക്ക് ഗൃഹാതുരത്വം നിറഞ്ഞ കാഴ്ചകളും അനുഭവങ്ങളുമാണ് അത്തം 10 തിരുവോണം എന്ന വീഡിയോ ആൽബം സമ്മാനിക്കുന്നത്. തൃശ്ശൂരിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ നാഗേന്ദ്ര ഫിലിം സൊസൈറ്റിയാണ് ഈ ദൃശ്യാവിഷ്കാരത്തിന് പിന്നിൽ. കലാഭവൻ മണിയുടെ സഹോദരി പുത്രൻ രഞ്ജിത്ത് കലാഭവൻ അഭിനയിച്ച ആൽബത്തിന്റെ ഗാനരചനയും സംവിധാനവും നിർവഹിച്ചത് സിനോജ് കുമ്പിടിയാണ്. ദിലീപ് കൊച്ചുകൊടവ് ആലപിച്ച ഗാനത്തിന് സംഗീതം പകർന്നത് ജോസി അറക്കലാണ്. TR രാജൻ, ഹമേഷ് കണിമംഗലം, സന്തോഷ് വിജയൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ആൽബം യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയകളിൽ ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ദീർഘകാലം CPIM നാടുകുന്ന് ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന PK ഉണ്ണികൃഷ്ണന്റെ 3ാം ചരമവാർഷിക ദിനം CPIM നാടുകുന്ന് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. പാർട്ടി ഏരിയ സെക്രട്ടറി PK ശിവരാമൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CM ബബീഷ്, KC ജെയിംസ്, അമ്പിളി സോമൻ, KG രജീഷ്, CPIM നാടുകുന്ന് ബ്രാഞ്ച് സെക്രട്ടറി KC അനൂപ്, ഷൈനി ജോൺസൺ എന്നിവർ സംസാരിച്ചു. നമുക്കേവർക്കും ഏറെ പ്രിയപ്പെട്ട സഖാവ് PK ഉണ്ണികൃഷ്ണന്റെ 3ാമത് മൂർക്കനാട് സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്ന കാർ കത്തി നശിച്ചു. ശനിയാഴ്ച തിരിഞ്ഞ് 4:30ഓടെയായിരുന്നു അപകടം നടന്നത്. മുരിയാട് സ്വദേശി ജോർജ് നെരേപ്പറമ്പിൽ എന്നയാളുടെ കാറാണ് കത്തി നശിച്ചത്. പള്ളിയോട് ചേർന്നുള്ള ഹാളിലെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ജോർജ്. തീ പിടിച്ച വാഹനത്തിന് സമീപത്ത് തന്നെയുണ്ടായിരുന്ന മറ്റൊരു കാർ തള്ളി നീക്കിയിട്ടതിനാൽ ആ വാഹനത്തിലേക്ക് തീ പടരാതെ രക്ഷപ്പെട്ടു. ഇരിഞ്ഞാലക്കുട ഫയർഫോഴ്സ് സംഘവും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. ഫയർ സ്റ്റേഷൻ ഓഫീസർ ഡിബിൻ KSന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജ്ജൻ, ഫയർമാൻ ഡ്രൈവർ സന്ദീപ്, ഫയർമാൻമാരായ ലൈജു, TT പ്രദീപ്, സതീഷ്, ഉല്ലാസ് M ഉണ്ണികൃഷ്ണൻ എന്നിവർ അടങ്ങുന്ന ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിൽ തീ പൂർണ്ണമായും അണച്ചു. തീ പിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS അംഗങ്ങളുടെ നേതൃത്വത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പാൾ M സുധീർ വയോജന ഓണസംഗമം ഉദ്ഘാടനം ചെയ്തു. MPTA പ്രസിഡന്റ് അജിതകുമാരി അധ്യക്ഷത വഹിച്ചു. NSS യൂണിറ്റിന്റെ ഓണാഘോഷ പരിപാടികൾ വയോജനങ്ങളെ കൂടി പങ്കാളികളാക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. സ്കൂൾ ലീഡറും NSS വോളണ്ടിയറുമായ KB അജയ്, പ്രോഗ്രാം ഓഫീസർ TS സ്വപ്ന, NSS വോളണ്ടിയർ കുമാരി ലക്ഷ്മി രമേശ് എന്നിവർ സംസാരിച്ചു. കൊടകര തണൽ വയോധിക സംഘടനയിലെ അംഗങ്ങളും കേന്ദ്ര ലൈബ്രറിയിലെ വയോധികരും പങ്കെടുത്തു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടകരയിലെ NSS വോളണ്ടിയേഴ്സിനൊപ്പം വ്യത്യസ്ത കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതുപോലെയുള്ള ഒട്ടനവധി ആൾക്കാരെ ശ്രദ്ധിക്കാൻ പോലും സാധിക്കാതെ പോകുന്ന
ഒരു കൊച്ചു ലോകത്താണ് ഞാൻ നിങ്ങളൊക്കെ ഇന്ന് ജീവിച്ചു പോകുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6865 രൂപ, പവന് 54,920 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടും നഗരവും ഓണാഘോഷത്തിൽ. വളരെ ആഘോഷമായി തന്നെ ഒരു ഓണക്കാലം കൂടെ. തിരുവോണനാളിൽ ആളൂർ പൊരുന്നംകുന്ന് ഹൈന്ദവ ജനസമിതി സംഘടിപ്പിച്ച വനിതാ ഓണം കളി ആവേശമായി. പാരമ്പര്യ തനിമയോടെ 12ാം വർഷവും രാജഭരണകാലത്തെ ഓർമ്മകളുമായി ചാലക്കുടി ശ്രീലകം വീട്ടിൽ ഉത്രാടക്കിഴിയെത്തി. CPM നാടുകുന്ന് ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന PK ഉണ്ണികൃഷ്ണന്റെ 3ാം ചരമവാർഷിക ദിനം CPIM നാടുകുന്ന് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.